ഘോരമാം തപമാചരിച്ചാൽ ഇന്ദ്രനാകുവതെത്ര സുഖരം. സ്വർഗ്യഭോഗം സംത്യജിച്ചൊരു ബുദ്ധനാകുവതെത്ര കഠിനം. സാധനാപഥമെത്ര കഠിനം. ഭാരതത്തിന്റെ വടക്കേ അതിർത്തിയിലായി ഉത്തർപ്രദേശിനോട് ചേർന്നുള്ള ചെറിയ ഒരു നേപ്പാളി ഗ്രാമമായ ലുംബിനിയിലാണ് ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീബുദ്ധ ഭഗവാൻ ജനിച്ചത്. ശ്രീബുദ്ധ ഭഗവാന്റെ അമ്മയായ മായാദേവി സിദ്ധാർത്ഥ രാജകുമാരന് ജന്മം കൊടുത്ത പരിപാവനമായ സ്ഥലത്തുള്ള ഒരു അടയാള ശിലയാണ് ലുംബിനിയിലെ മായാദേവി ക്ഷേത്രത്തിനുള്ളിൽ പൂജിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നത്. വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ബുദ്ധമത വിശ്വാസികൾ പണികഴിപ്പിച്ചിരിക്കുന്ന അനേകം ബുദ്ധക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളും ധ്യാന കേന്ദ്രങ്ങളും ഇന്ന് ലുംബിനിയിൽ കാണാം. ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിലായി വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആത്മാന്വേഷകരും വിശ്വാസികളും വിനോദസഞ്ചാരികളുമാണ് ദിവസവും എത്തിച്ചേരുന്നത്. ഭാരതത്തിന്റെ ആധ്യാത്മികവും സാമൂഹികവും ചരിത്രപരവുമായ മേഖലകളിലെല്ലാം തന്നെ വ്യക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ബുദ്ധമതത്തിന്റെ സ്ഥാപകനായ ശ്രീബുദ്ധ ഭഗവാന്റെ ജന്മസ്ഥലമായ ലുംബിനിയിലെ കാഴ്ചകളോടൊപ്പം തന്നെ ശ്രീബുദ്ധനെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും അല്പമെങ്കിലും മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ. ശ്രീബുദ്ധ ഭഗവാന്റെ ജന്മസ്ഥലമായിട്ടുള്ള ലുംബിനിയിലാണ് നമ്മൾ ഇന്നുള്ളത്. ലുംബിനിയിലെ മായാദേവി ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് ശ്രീബുദ്ധ ഭഗവാൻ ജനിച്ചത്. പലർക്കും സംശയം തോന്നുമായിരിക്കാം, ഈ 2500 വർഷം മുമ്പ് ശ്രീബുദ്ധ ഭഗവാൻ ജനിച്ചത് ഈ സ്ഥലത്താണെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഈ സ്ഥലത്താണ് ശ്രീബുദ്ധ ഭഗവാൻ ജനിച്ചത് എന്ന് എങ്ങനെയാണ് പറയുന്നതെന്ന്. ഇതിന് വ്യക്തമായിട്ടുള്ള തെളിവ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ അശോക സ്തംഭം എന്ന് പറഞ്ഞ ഒരു സ്തംഭം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മഹാനായ അശോക ചക്രവർത്തി പണി കഴിപ്പിച്ചതാണ് ആ സ്തംഭം. ആ സ്തംഭത്തിൽ ശ്രീബുദ്ധ ഭഗവാൻ ജനിച്ചത് ഇവിടെയാണെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 250 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അശോകസ്തംഭം സ്ഥാപിക്കപ്പെട്ടത്. ഞാനിപ്പോഴും നടക്കുന്നത് ഈ മായാദേവി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ഒരു പ്രദക്ഷിണ വഴിയിലൂടെയാണ് നടക്കുന്നത്. എൻ്റെ ഈ വലതുവശത്തായിട്ടാണ് മായാദേവി ക്ഷേത്രം ഉള്ളത്. ശ്രീബുദ്ധ ഭഗവാന്റെ അമ്മയായ മായാദേവിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഗർഭിണിയായ മായാദേവി നടന്ന് തൻ്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു പൂന്തോട്ടത്തിനുള്ളിൽ വെച്ചിട്ടാണ് ശ്രീബുദ്ധ ഭഗവാന് ജന്മം കൊടുക്കുന്നത്. ആ പൂന്തോട്ടമാണ് നമ്മുടെ മുന്നിലായിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലുംബിനി ഗാർഡൻസ് എന്ന് ഇന്ന് അറിയപ്പെടുന്ന ഈ പൂന്തോട്ടം. ലുംബിനി ഡെവലപ്മെൻറ്റ് സോൺ എന്നറിയപ്പെടുന്ന ഏകദേശം 8 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ നടുവിലായിട്ടാണ് മായാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ ലുംബിനി ഗാർഡൻസ് ഉള്ളത്. മറ്റ് ക്ഷേത്രങ്ങളുടെയൊക്കെ സമീപത്ത് കാണുന്നത് പോലെ തന്നെ ഈ മായാദേവി ക്ഷേത്രത്തിനോട് ചേർന്ന് നമുക്ക് ഒരു തീർത്ഥക്കുളം കാണുവാനായിട്ട് സാധിക്കും. ജനിച്ച ഉടൻ തന്നെ മായാദേവി ഈ തീർത്ഥക്കുളത്തിലാണ് സിദ്ധാർത്ഥ രാജകുമാരനെ കുളിപ്പിച്ചത്. ജനിച്ച ഉടൻ തന്നെ സിദ്ധാർത്ഥ രാജകുമാരൻ എഴുന്നേറ്റ് നടന്ന് 7 പദങ്ങൾ മുന്നോട്ട് വെച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ പതിഞ്ഞ 7 സ്ഥലങ്ങളിലും 7 താമരപ്പൂക്കൾ വിടർന്നു വന്നതായിട്ടും വിശ്വസിക്കപ്പെടുന്നു. ഈ മായാദേവി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ BCE 2-ാം നൂറ്റാണ്ടിലും 1-ാം നൂറ്റാണ്ടിലും ഒക്കെ പണി കഴിപ്പിച്ചിരിക്കുന്ന അനേകം പുരാതനമായിട്ടുള്ള നിർമ്മിതികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശ്രീബുദ്ധ ഭഗവാൻ ജനിച്ച സ്ഥലത്തെ സൂചിപ്പിക്കുവാനായിട്ട് അശോക ചക്രവർത്തി സ്ഥാപിച്ച ഒരു അടയാള ശിലയാണ് ഈ ക്ഷേത്രത്തിനുള്ളിലായിട്ട് ആരാധിക്കപ്പെടുന്നത്. ഇപ്പോഴീ മായാദേവി ക്ഷേത്രം കാണുന്ന ഭൂമിയുടെ നിരപ്പിൽ നിന്ന് കുറച്ച് താഴെയായിട്ടാണ് ഈ ശ്രീബുദ്ധ ഭഗവാന്റെ ജന്മത്തെ സൂചിപ്പിക്കുന്ന അടയാള ശില നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ശില കൂടാതെ അല്പം മുകളിലായിട്ട് ഭിത്തിയിലായിട്ട് നമുക്ക് മായാദേവി സിദ്ധാർത്ഥ രാജകുമാരന് ജന്മം കൊടുക്കുന്ന രീതിയിലുള്ള
ഒരു ശില്പവും നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് കാണുന്ന അശോക സ്തംഭത്തിനെ കുറിച്ചിട്ട്, അതായത് അശോക ചക്രവർത്തി സ്ഥാപിച്ച സ്തംഭത്തിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഈ അശോക സ്തംഭത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ബ്രാഹ്മി ലിപിയിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെയാണ് ശ്രീബുദ്ധ ഭഗവാൻ ജനിച്ചത് എന്നാണ് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അശോക സ്തംഭം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റയാണെന്ന് വേണമെങ്കിൽ പറയാം. അശോക ചക്രവർത്തി സ്ഥാപിച്ചിരിക്കുന്ന ഇതുപോലെ അനേകം ഏതാണ്ട് 30ഓളം അശോക സ്തംഭങ്ങൾ നമുക്ക് ഭാരതത്തിലും അയൽ രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് ഇന്ന് കാണുവാനായിട്ട് സാധിക്കും. സാരനാഥിൽ അശോക ചക്രവർത്തി സ്ഥാപിച്ചിരിക്കുന്ന അശോക സ്തംഭമാണ് നമ്മളുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീബുദ്ധ ഭഗവാന്റെ ജന്മസ്ഥലമായിട്ടുള്ള ഈ ലുംബിനി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് സാരനാഥും. സാരനാഥിൽ വെച്ചിട്ടാണ് ശ്രീബുദ്ധ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ആരംഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധമതത്തിൻ്റെ സ്ഥാപനം സാരനാഥിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സാരനാഥിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. വാരണാസിക്ക് അടുത്തായിട്ടാണ് ഈ സാരനാഥ് ഉള്ളത്. ഇതാണ് ഇൻ്റർനാഷണൽ ബുദ്ധ ഫ്ലാഗ്. ഇത് കണ്ട ഇവിടെ 1, 2, 3, 4, 5 കളറുകളാണ്. നീല, മഞ്ഞ, ചുവപ്പ്, വെള്ള, ഓറഞ്ച് ഈ കളറിലായിട്ടാണ് ഈ ബുദ്ധ ഫ്ലാഗ് കാണുന്നത്. ഈ ബുദ്ധ ഫ്ലാഗ് നമുക്ക് ഇവിടെ ഈ ലുംബിനിയിൽ ഇവിടെ ഇതിന് ചുറ്റുമായിട്ട് നമുക്കിതുപോലെ അനേകം പതാകകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയായിട്ട് നമുക്കിങ്ങനെ ലാമ്പ് ഓഫറിംഗ് ഹൗസ് എന്നും പറഞ്ഞ് ഒരു സംഭവം കാണാം. ഇവിടെ ഈ ദീപം ജ്വലിപ്പിക്കാനായിട്ടുള്ള ദീപങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. അതിൻ്റെ റേറ്റുകളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ബുദ്ധക്ഷേത്രത്തിൽ ഒരു ദീപം കത്തിക്കുകയാണ്. ഇവിടെ ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഇവിടെ ഇതുപോലെ അനേകം ദീപങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇങ്ങനൊരു സ്റ്റിക്ക് നമുക്ക് കിട്ടും. അവിടെ നമ്മളിങ്ങനെ കത്തിച്ച് ഇത് എന്ത് നല്ലൊരു സിസ്റ്റമാണ്. നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ പലയിടത്തും ഇങ്ങനെ ഈ ദീപം കത്തിക്കുന്നിടത്തൊക്കെ എന്ത് ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത രീതിയിലാണ് ഇത് കണ്ട വളരെ നല്ല രീതിയിൽ അടുക്കി ഇനി കത്തിക്കാനുള്ള ദീപങ്ങളാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതുപോലെ കത്തിച്ച് കഴിഞ്ഞ ദീപങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് രാത്രിയിലൊക്കെയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ മായാദേവി ക്ഷേത്രത്തിലേക്ക് കയറുന്നതിനായിട്ട് ഒരു ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടതാണ്. ആ ടിക്കറ്റ് കൗണ്ടർ ക്ഷേത്രത്തിൻ്റെ കുറച്ച് മുന്നിലായിട്ടാണ് കാണുന്നത്. ഇവിടെ പല റേറ്റുകളിലാണ് ടിക്കറ്റുകൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പം നേപ്പാളീസിനാണെങ്കിൽ 20 രൂപ, ഇന്ത്യൻസിന് 80 രൂപ, സാർക്ക് കൺട്രീസ് വിത്ത് മ്യാൻമാർ 400 രൂപ, അതർ കൺട്രി ഇങ്ങനെ ഓരോ രാജ്യത്തുള്ളവർക്ക് വിവിധങ്ങളായിട്ടുള്ള റേറ്റുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ത്യൻസിന് 80 രൂപ ആണുള്ളത്. ഇത് നേപ്പാളി റുപ്പീസിലാണ് ഈ ഇവിടുത്തെ പ്രൈസിങ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ കുറേ ബുദ്ധ സന്യാസിമാരെ ഇവിടെ കണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ആപ്കാ നാം ക്യാ? ആനന്ദ ഭിഖു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇവിടെ അനേകം സന്യാസിമാരുണ്ട്, കൊച്ചു പിള്ളേർ സന്യാസിമാരൊക്കെ ഉണ്ട്. ഇവർ അപ്പം ഇദ്ദേഹം നമ്മളിവിടെ വീഡിയോ എടുക്കാനായിട്ട് സമ്മതിച്ചിരിക്കുകയാണ്. എല്ലാവരും വളരെ കുഞ്ഞ് പിള്ളേരാണ്. ഇവരെല്ലാം സന്യാസിമാരാകാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഭിഖു ആദിത്യ അങ്ങനെ പല ആൾക്കാർ, തീരെ കുഞ്ഞു പിള്ളേർ, നമ്മൾ ഈ യോധയ്ക്കകത്തൊക്കെ കണ്ടിട്ടുള്ള അതേ രീതിയിലുള്ള കുട്ടികളാണ് ഇവരെല്ലാം. അപ്പോൾ ഇത് കണ്ടേ പിള്ളേർ എന്ന സന്തോഷത്തിലാണ്. ഇവരെല്ലാം സന്യാസിമാരാകാനായിട്ട് ബുദ്ധ ഭിക്ഷുക്കളാകാനായിട്ട് തീരുമാനിച്ച കുട്ടികളാണ് ഇതെല്ലാവരും. अभी इसको कितना साल पढ़ना होगा? इनको अपना मर्जी है. इधर ज़बरदस्ती नहीं है कि इनको इच्छा है तो अभी बैठ सकते हैं, लेकिन इनको इच्छा नहीं है तो ज़रूरत नहीं है, उन लोग जा सकते हैं. यह ज़बरदस्ती का शिक्षा नहीं है, ये बुद्ध शिक्षा. हाँ, वापस भी जा सकते हैं. നമ്മൾ ആ മായാദേവി ക്ഷേത്രത്തിൻ്റെ ഇവിടെ നിന്നൊക്കെ കുറച്ച് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇവിടെ ബുദ്ധ ഭഗവാന്റെ ഒരു ബേബി ബുദ്ധ എന്ന് പറഞ്ഞൊരു പ്രതിമയാണ്. ബുദ്ധൻ്റെ ചെറുപ്പകാലത്തുള്ള സിദ്ധാർത്ഥ രാജകുമാരൻ്റെ ഒരു പ്രതിമയാണ് കാണുന്നത്. ഇറ്റേണൽ പീസ് ഫ്ലെയിം എന്ന് പറഞ്ഞൊരു ദീപം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദീപമാണ്. ഈ ദീപം ഇവിടെ ജ്വലിപ്പിച്ചതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഈ ലുംബിനി ഗാർഡൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ഈ കാണുന്ന തടാകം. നമ്മളിപ്പം നിൽക്കുന്നത് ഇവിടുത്തെ ആദ്യത്തെ കിഴക്ക് വശത്തായിട്ട് ആദ്യം കാണുന്ന ഒരു ബുദ്ധവിഹാരത്തിൻ്റെ ബോർഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഇതിനകത്തോട്ട് ചെന്നിട്ട് ഇതിൻ്റെ കാഴ്ചകൾ കാണാം. ഈ കാണുന്നതാണ് ധർമ്മസ്വാമി മഹാരാജ ബുദ്ധവിഹാരം. ഇതിനുള്ളിൽ സമാനം വലിപ്പമുള്ള ഒരു ബുദ്ധൻ്റെ ഒരു വിഗ്രഹം നമുക്ക് കാണാം. അകത്തോട്ട് ക്യാമറകൾ കയറ്റരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് രാജകീയ ബുദ്ധവിഹാരം. ഈ മായാദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് നേരെ ഇങ്ങനെ തെക്ക് പടിഞ്ഞാറായിട്ട് വളരെ നീളത്തിലുള്ളൊരു വഴിയാണുള്ളത്. ഏകദേശം ഒരു 7-8 കിലോമീറ്ററെങ്കിലും നീളത്തിലായിരിക്കും ഈ വഴിയുള്ളത്. ഈ വഴിയുടെ 2 വശത്തായിട്ട്, അതായത് കിഴക്ക് വശത്തായിട്ടും പടിഞ്ഞാറ് വശത്തായിട്ടും 2 രീതിയിലുള്ള ബുദ്ധവിഹാരങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ആ ബുദ്ധവിഹാരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ മായാദേവി ക്ഷേത്രത്തിനോട് ഏറ്റവും അടുത്തുള്ള 2 ബുദ്ധവിഹാരങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തുമായിട്ട് അനേകം ബുദ്ധവിഹാരങ്ങൾ കാണാൻ
കാണാനായിട്ട് സാധിക്കും. ഈ കിഴക്ക് വശത്തായിട്ടാണ് തേരാവാദ ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളാണ് നമുക്ക് ഈ കിഴക്ക് വശത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വലതുവശത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന വജ്രയാനവും മഹായാനവും ഫോളോ ചെയ്യുന്ന ബുദ്ധിസ്റ്റിക് മൊണാസ്ട്രികളാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോയി ഈ രണ്ട് സൈഡിലുമുള്ള ബുദ്ധവിഹാരങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ട് ഈ 8 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ട് നമ്മൾ ഈ ലുംബിനിയിലെ മായാദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നടന്നു പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഓട്ടോക്കാരും ഗൈഡുകളും എല്ലാം കൂടെ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ കൊണ്ട് കാണിക്കാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഇലക്ട്രിക് റിക്ഷയുടെ ഒരു റേറ്റുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇവർ പറയുന്നത് കിतना बोला आपने कितना रेट आपका रेट क्या है? वही है. അപ്പം 1050 രൂപയ്ക്ക് നാല് പേരെ മുഴുവൻ സൈഡും കൊണ്ട് കാണിക്കാനാണ് പറയുന്നത്. ഇവിടെ ഒരു ലുംബിനി ഇന്റർനാഷണൽ വിപാസന മെഡിറ്റേഷൻ സെൻറ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെഡിറ്റേഷൻ സെൻ്ററാണ് കാണുന്നത്. ഇതും ഇവിടെ അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ എന്നാലും പറ്റുകയില്ല. ഇത് മെഡിറ്റേഷൻ സെൻറ്റർ ആയതുകൊണ്ട് ക്ഷേത്രമൊന്നുമല്ല, ഇത് മെഡിറ്റേഷൻ സെൻറ്ററാണ്. അപ്പോൾ ഇത് മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ഈ ലുംബിനിയിൽ വന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യാം. നമ്മളങ്ങനെ ഈ ലുംബിനിയിലെ തടാകത്തിൻ്റെ പടിഞ്ഞാറ് വശത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തടാകത്തിലൂടെ ഇങ്ങനെ ബോട്ട് സവാരി നടത്താനായിട്ടുള്ള സൗകര്യമുണ്ട്. നമ്മൾ ഈ ആ തടാകത്തിൻ്റെ അവിടുന്ന് പടിഞ്ഞാറ് വശത്തോട്ട് ഉള്ള വഴിയെ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേനും ഇവിടെ ആദ്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്തൂപമാണ് കാണുന്നത്. ഈ സ്തൂപത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് മംഗോളിയയിൽ നിന്നുള്ള ബുദ്ധൻ്റെ ഫോളോവേഴ്സ് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്തൂപമാണിത്. ഇത് ലോക സമാധാനത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് ഇവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഭംഗിയുള്ള ഒരു സ്തൂപമാണ്. ഒരു ചൈനീസ് ടച്ചിലുള്ള ഒരു സംഗതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് മന്ത്രങ്ങളൊക്കെയുള്ള എന്തോ ഒരു ഇതാണിത്. ബുദ്ധന്മാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് ഇങ്ങനെ ഈ സാധനം കറക്കുക എന്നുള്ളത്. ഇവിടെ ഇങ്ങനെ നമ്മൾ അടുത്ത ബുദ്ധവിഹാരത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇതിങ്ങനെ നല്ല തടി കൊണ്ട് ഉണ്ടാക്കിയതുപോലെ തോന്നുന്ന സ്ട്രക്ചറാണ്. തടി തന്നെയാണ്, തടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഈ പാലം. ഇതിങ്ങനെ തടിയാ അല്ലേ? തടി കൊണ്ടുണ്ടാക്കിയതെന്ന് തോന്നുന്നതേ ഉള്ളൂ, കോൺക്രീറ്റ് ആണ്. അപ്പം നമ്മളിങ്ങനെ വളരെ വലിയൊരു ബുദ്ധവിഹാരമാണ്. ഇതിനകത്ത് കയറാൻ ഉള്ള വഴിയൊന്നുമില്ല. വിയറ്റ്നാമിൻ്റെ ആണെന്ന് തോന്നുന്നു. വിയറ്റ്നാമിൻ്റെ ഒരു വലിയ ഒരു ബുദ്ധവിഹാരമാണ്. വളരെ വലിയ കമാനം തന്നെ, വളരെ വലിയ കമാനമാണ്. അപ്പോൾ ഇങ്ങനെ കിലോമീറ്ററുകൾ ഇതിനകത്തൂടെ നടന്നു കഴിഞ്ഞാലേ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് കാണാനും മനസ്സിലാക്കാനുമായിട്ട് പറ്റുള്ളൂ. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ബുദ്ധവിഹാരമാണ്. എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് വായിക്കാൻ അറിയത്തില്ല. എന്താണെങ്കിലും ഇത് ചൈനീസ് ബുദ്ധവിഹാരമാണെന്നുള്ള കാര്യം മാത്രം മനസ്സിലായിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ക്യാമറ വല്ലവരും പിടിക്കുമോ എന്നറിയത്തില്ല, എന്നാലും നമുക്ക് അകത്ത് കയറി കാഴ്ചകൾ നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു പ്രതിമയാണ് കയറി വരുമ്പോഴേ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത്. ഇതിൻ്റെ വലത് സൈഡിലൊക്കെ ആരാണെന്നൊന്നും അറിയത്തില്ല, വല്ല ചൈനീസ് രാജാക്കന്മാരോ ചൈനീസ് പുരാണങ്ങളിലെ വല്ല കഥാപാത്രങ്ങളോ ഒക്കെ ആയിരിക്കും. അങ്ങനെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള 2 പ്രതിമകളാണ് നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയായിട്ടും ഈ ഇതുപോലെ ചൈനീസ് കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു രാജകുമാരൻ ഇവിടെ ഇങ്ങനെ എന്തോ ഒരു സംഗീതോപകരണം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇങ്ങേ സൈഡിലും വേറെ ഒരു നമ്മുടെയൊക്കെ രാക്ഷസൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു രൂപമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരെ മുന്നോട്ട് നടന്നു പോവുകയാണ്. ഈ ചൈനീസ് ബുദ്ധവിഹാരം കാണാനായിട്ട് നേരെ മുന്നോട്ട് പോകുമ്പോഴത്തേനും നേരെ ഇവിടെ ഇങ്ങനെ ഒരു നിർമ്മിതിയാണ് ആദ്യം കാണുന്നത്. ഇങ്ങനത്തെ ഒരു നിർമ്മിതിയാണ് കാണുന്നത്. എന്താണ് സംഭവം എന്നൊന്നും ഒരു പിടിയുമില്ല. ആദ്യമായിട്ടാണ് ചൈനീസ് ബുദ്ധവിഹാരം കാണുന്നത്. നമ്മളിങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേനും വളരെ വലുപ്പത്തിലാണ് ഈ ചൈനീസ് ബുദ്ധവിഹാരം ഉള്ളത്. അപ്പോൾ ഇത് നല്ല കളർഫുള്ളാണ്. കളർഫുൾ എന്ന് പറഞ്ഞാൽ റെഡ് കളറ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. റെഡ്, മഞ്ഞ, പച്ച. സാധാരണ ബുദ്ധവിഹാരത്തിലൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു മഞ്ഞ കളറിനാണ് കൂടുതൽ പ്രാധാന്യം. ഇവിടെ റെഡ് കളറിന് പ്രാധാന്യം നൽകിയ രീതിയിലാണ് കാണുന്നത്.
നമ്മൾ മുമ്പ് കണ്ട ആ ചൈനീസ് ബുദ്ധവിഹാരം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് വന്നിരിക്കുന്ന കൊറിയൻ ബുദ്ധവിഹാരമാണ്. ഇത് നമ്മൾ ചൈനീസ് ബുദ്ധവിഹാരത്തിനെ കഴിഞ്ഞൊക്കെ വളരെ വലുപ്പമുള്ളതാണ്. വളരെ വലുപ്പം 1, 2, 3 നിലയിലായിട്ടാണ് കാണുന്നത്. ഇങ്ങോട്ട് ഇപ്പോൾ അകത്തോട്ട് ഇപ്പം കയറാൻ പറ്റുകയില്ല, അവിടെ പ്രവേശനം ഇല്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഇത് വളരെ പഴക്കം, കണ്ടിട്ട് വളരെ പഴക്കം തോന്നുന്ന ഒരു നിർമ്മിതിയുമാണ്. നമ്മളിവിടെ ഈ ലുംബിനിയിൽ കണ്ടതിൽ ഏറ്റവും വലിയ സ്ട്രക്ചറാണ് ഇതുവരെ കണ്ടതിൽ. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും ഇതിനേക്കാളും വലിയ ബുദ്ധവിഹാരങ്ങളെല്ലാം കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്തായാലും ഇത് നല്ല പഴക്കവും തോന്നുന്നുണ്ട്. നമ്മളിപ്പം ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് കോണിലായിട്ടാണുള്ളത്. നമുക്ക് എന്നാലും പെട്ടെന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒരു കാഴ്ച, ചുറ്റുമുള്ള കാഴ്ച നമുക്ക് പെട്ടെന്ന് തോന്നുകയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം. ഇത് പച്ച കലർന്ന ഒരു രീതിയിലാണ്, പച്ചപ്പിനാണ് ഇവിടെ പ്രാധാന്യം. നമ്മൾ ആ ചൈനീസ് ഇവിടെ നമ്മൾ കണ്ടത് ചുവന്ന ഒരു ഇതിൽ ബേസിലുള്ള ഒരു സംഗതികളായിരുന്നു കണ്ടത്. കൊണ്ട് എന്തൊരു ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര വലുപ്പമാണ്, ഒത്തിരി മുകളിലോട്ട് ഉള്ള ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ ഇത് ആണ് ഇതിന് ഇവിടെ പല രീതിയിലുള്ള ചിഹ്നങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഒരു പാദം കാണാം, നടുക്കായിട്ട് ഒരു പാദം കാണാം, 2 പാദങ്ങൾ കാണാം. അതുപോലെ ഞാൻ കുറച്ച് മുമ്പിൽ ഇവിടെ ഓം കണ്ടായിരുന്നു. ഇവിടെ ഓം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ ബുദ്ധവിഹാരത്തിലൊക്കെ ഓം എഴുതുമോയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എന്തായാലും ഓം എഴുതിയിട്ടുണ്ട്. ഓം, ശംഖ്, അങ്ങനെ ഉള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാം. ഇതുപോലെ ഏകദേശം സിമ്മട്രിക്കാണ്. 4 സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാലും ഒരുപോലെ നിൽക്കുന്ന, ഒരുപോലെ കാണുന്ന രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചത്. ഇതെന്താണെങ്കിലും വല്ലാത്ത ഒരു സ്ട്രക്ചർ തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ ഒരു പണി കഴിപ്പിച്ചിരിക്കുന്നത്. കൊറിയൻ ക്ഷേത്രമാണ്. ഇതിനകത്തോട്ട് ഇപ്പം കയറാനായിട്ട് പറ്റുകയില്ല. ഇത് ഇവിടെ വേറെ ആരുമില്ല. ഞങ്ങൾ 3 പേരല്ലാതെ, ഞങ്ങൾ ഒന്നിച്ച് വന്ന 3 പേരല്ലാതെ ഇവിടെ വേറെ ആരെയും തന്നെ ഇവിടെ കാണുന്നില്ല. ഇത്രയും ഭംഗിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ, ബുദ്ധവിഹാരങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് വളരെ വിസ്താരത്തിൽ കിടക്കുന്ന ആ ഒരു സ്ഥലമാണ് ഈ ലുംബിനി ഗാർഡൻസ് എന്ന് പറയുന്ന ഏരിയ, ലുംബിനി ഡെവലപ്മെൻറ്റ് സോൺ എന്ന് പറയുന്നത്. 8 കിലോമീറ്റർ ചുറ്റളവൊന്നും അല്ലെന്ന് തോന്നുന്നു. ഞാൻ 8 കിലോമീറ്റർ ചുറ്റളവെന്ന് ആദ്യം പറഞ്ഞത്. വളരെ ഉയരത്തിലുള്ള ഒരു നിർമ്മിതിയാണ്. ഇതാണ് നമ്മൾ കണ്ടതിൽ ഏറ്റവും പൊക്കം ഉള്ളതെന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഗോപുരം പോലെ ഇത് റൗണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. ഏകദേശം ഒരു പാത്രം കമത്തി വെച്ചിരിക്കുന്ന പോലാണ് ഇത് നമുക്ക് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് ഇങ്ങനെ വളരെ ഉയരത്തിലുള്ളൊരു ഗോപുരം പോലെ ഒരു സംഗതിയാണ് കാണുന്നത്. ഈ നേപ്പാളി ബുദ്ധവിഹാരത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു നേപ്പാളി തേരാവാദ ബുദ്ധിസ്റ്റിക് മ്യൂസിയം എന്ന് പറഞ്ഞ ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ. നമ്മളങ്ങനെ ലുംബിനിയിൽ ഒരു കനേഡിയൻ ബുദ്ധവിഹാരത്തിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ഫ്രാൻസ് ബുദ്ധിസ്റ്റിക് വിഹാരത്തിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. ഫ്രഞ്ചുകാർ പണിതിരിക്കുന്ന ഒരു ബുദ്ധ ക്ഷേത്രമാണ്. ലിങ്സൺ ടെമ്പിൾ, ലുംബിനി, നേപ്പാൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബുദ്ധമതം ഫോളോ ചെയ്യുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും ബുദ്ധവിഹാരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ നമുക്ക് ഈ ലുംബിനിയിൽ കാണാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ അടുത്ത ബുദ്ധവിഹാരത്തിൻ്റെ മുന്നിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് മുന്നിലായിട്ട് കാണുന്നത് ഇതുപോലെ വളരെ വലിയ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. സ്തൂപ കോംപ്ലക്സ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ, നമ്മൾ ഈ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഈ അവിടെ എഴുതി വെച്ചിരിക്കുന്ന സ്തൂപ കോംപ്ലക്സ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഈ ബുദ്ധ മതത്തിലെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് ഇങ്ങനെ ഈ ഒരു സംഗതി കറക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇത് അനേകം ഇതുപോലത്തെ സ്തൂപങ്ങൾ നമുക്ക് ഈ കോംപ്ലക്സിനുള്ളിലായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് ഒരു രാജ്യത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു കോംപ്ലക്സ് അല്ല. ഇത് പല രാജ്യങ്ങളും ഇതിനു വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ അനേകം സ്തൂപങ്ങൾ കാണാം. ഞാൻ ഈ സ്തൂപ കോംപ്ലക്സിലൂടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയൊരു സംഗതിയാണ്. ഞാൻ വീണ്ടും ഇതെടുക്കാനായിട്ട് വീണ്ടും തിരിച്ചിവിടെ വന്നതാണ്. 12 ഡീഡ്സ് ഓഫ് ബുദ്ധ ശാക്യമുനി. ബുദ്ധൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 12 സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പ്രതിമാ രൂപത്തിൽ ഇതിങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെ നല്ല വ്യക്തമായിട്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ബുദ്ധഭഗവാന് സ്വർഗത്തിൽ നിന്ന് വരുന്നതായിട്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഇവിടെ കാണാം, ഇവിടെ ബുദ്ധൻ്റെ അമ്മ കിടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രതിമയാണ് നമുക്കിവിടെ കാണാനായിട്ട്. എൻറ്ററിങ് ഹിസ് മദേഴ്സ് വംബ്, അതായത് ബുദ്ധൻ്റെ അമ്മയുടെ വയറ്റിൽ ബുദ്ധൻ എൻ്റർ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ ഈ ഒരു ചിത്രം, ഈ ഒരു പ്രതിമ ഇതാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇവിടെ 3-ാമത്തെ ഭാഗമാണ് കാണിക്കുന്നത്. ഇവിടെ ബുദ്ധൻ്റെ ജനനമാണ് കാണിക്കുന്നത്. ബുദ്ധൻ്റെ അമ്മ
മായാദേവി ഈ ബുദ്ധന് ജന്മം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിമയാണ് നമുക്ക് ദൂരെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ കണ്ട മായാദേവി ഒരു മരത്തെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രംഗമാണ്. അവിടെ നിന്ന് ബുദ്ധൻ ജനിച്ചു കഴിഞ്ഞിട്ട് ബുദ്ധൻ കണ്ടോ 1 2 3 4 5 6 7 സ്റ്റെപ്പ് ബുദ്ധ ഭഗവാൻ ഇങ്ങനെ മുന്നോട്ട് വെച്ചിരിക്കുന്നതും ആ 7 സ്റ്റെപ്പിലും ഓരോ താമരപ്പൂക്കൾ വിരിഞ്ഞു വന്നിരിക്കുന്നതും അതിൻ്റെ ഒരു ഇതാണ് നമ്മളെ ഇവിടെ കാണിക്കുന്നത്. ഇങ്ങനെ ഇവിടെ 4ാമത്തെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത് ബുദ്ധ ഭഗവാന് ശ്രീബുദ്ധന് ഇങ്ങനെ അമ്പയത്തിലും അങ്ങനെയുള്ള ആയുധകലകളിലും ഒക്കെ പ്രാവീണ്യം നേടുന്ന ആ ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിദ്ധാർത്ഥ രാജകുമാരൻ ലോകം ഉപേക്ഷിച്ച് പോകുവാനായിട്ടുള്ള ആ ഒരു രംഗമാണ് ഇവിടെ ചിത്രീകരിച്ചിരുന്നത്. സിദ്ധാർത്ഥ രാജകുമാരന് ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുന്ന ഒരു പ്രതിമയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ പോകുമ്പം കൊട്ടാരത്തിന് വെളിയിലേക്ക് രാജകുമാരൻ ഇറങ്ങി പോകുമ്പം ഇങ്ങനെ 4 കാര്യങ്ങൾ കാണുന്നതായിട്ടാണ് അതാണ് ഇവിടെ ദൂരെയായിട്ട് ഇങ്ങനെ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ശവശരീരം കൊണ്ടിങ്ങനെ കുറച്ച് ആൾക്കാർ പോകുന്നത്, അതുപോലെ ഒരു രോഗി, അതുപോലെ ഒരു വൃദ്ധന്, ഒരു സന്യാസി, ഇങ്ങനെ ഈ 4 കാഴ്ചകൾ ബുദ്ധനെ ഉള്ളിൽ ലോകം ത്യജിക്കാനായിട്ട് ഉള്ള പ്രേരണ ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ബുദ്ധൻ്റെ കഥകളൊക്കെ നമ്മൾ കൂടുതൽ വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് ബുദ്ധൻ്റെ ജീവിതത്തിലെ 5ാമത്തെ പ്രധാനപ്പെട്ട സംഭവമായിട്ടാണ് ഇതിവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ബിക്കമിങ് മങ്ക് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ തലമുടി മുറിച്ച് കളയുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 6 വർഷക്കാലത്തേന് ബുദ്ധന് അതികഠിനമായിട്ടുള്ള സാധനകൾ അനുഷ്ഠിക്കുന്നതാണ്. ആ രീതിയിൽ സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച് താടിയും മീശയൊക്കെ വളർന്ന് മുടിയൊക്കെ നീണ്ടു വളർന്ന് അങ്ങനെ അസ്ഥികൂടത്തിൻ്റെ ഏകദേശം ആ ഒരു രീതിയിൽ ശരീരമൊക്കെ വളരെ ശോഷിച്ച രീതിയിലുള്ളൊരു ബുദ്ധ ഭഗവാനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വിവിധ രീതിയിലുള്ള പ്രലോഭനങ്ങളെ 8 രീതിയിലുള്ള പ്രലോഭനങ്ങളെ ബുദ്ധൻ അതിജീവിക്കുന്നതായിട്ട് ആണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഓരോ രീതിയിലുള്ള പ്രലോഭനങ്ങളെ സൂചിപ്പിക്കാനായിട്ടായിരിക്കാം ഇവിടെ പല രീതിയിലുള്ള പ്രതിമകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. 9ാമത്തെ പോയിൻ്റാണ്, 9ാമത്തെ ഭാഗമാണ്. ഇതാണ് അറ്റൈനിങ് പെർഫെക്റ്റ് എൻലൈറ്റ്മെൻറ്റ്, അതായത് ബുദ്ധന് ബോധോദയം ഉണ്ടാകുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ബോധിഗയയിലാണ്, ബീഹാറിലെ ബോധിഗയയിലാണ്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബുദ്ധന് ബോധിഗയയിൽ വെച്ച് ബോധോദയം ഉണ്ടാകുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. നമ്മൾ അടുത്ത ഭാഗത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഇതർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് ശ്രീബുദ്ധന് ഇങ്ങനെ മതം ആയിട്ട് തുടങ്ങുന്നത്, ബുദ്ധമതത്തിൻ്റെ സ്ഥാപനം ആണ്. ഇത് സാരനാഥിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മുടെ കാശിക്ക് ബനാറസിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരെയായിട്ട് സാരനാഥിലാണ് ബുദ്ധന് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് തുടങ്ങുന്നത്. ബുദ്ധൻ്റെ ജീവിതത്തിലെ 11ാമത്തെ പ്രധാനപ്പെട്ട സംഭവമാണ് ഇവിടെ കാണുന്നത്, ഡിസ്പ്ലേയിങ് മിറാക്കിൾസ്. അതായത് ജ്ഞാനോദയം ഉണ്ടായതിനു ശേഷം, ബോധോദയം ഉണ്ടായതിനു ശേഷം ബുദ്ധന് പല രീതിയിലുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്നതായിട്ടാണ്. ഇത് ബുദ്ധൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട 12ാമത്തെ ഭാഗം, അതായത് ബുദ്ധൻ്റെ മഹാപരിനിർവാണ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ഹിന്ദു ധർമ്മത്തിലൊക്കെ നമ്മൾ പറയുന്ന സമാധി ആയിരിക്കാം. ബുദ്ധന് ഇങ്ങനെ മഹാനിർവാണമടയുന്ന ആ ഒരു രംഗമാണ് ഇവിടെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ പ്രതിമാ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഗോരഖ്പൂരിലാണ്, ഉത്തർപ്രദേശിൽ തന്നെ ഗോരഖ്പൂരിലെ കുശിനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലത്ത് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഈ യാത്രയിൽ തന്നെ നമ്മൾ അങ്ങോട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അന്നേരം നമ്മൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സ്തൂപ കോംപ്ലക്സിൻ്റെ 4 സ്തൂപങ്ങളിലൂടെയും പോയി ബുദ്ധൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചകളുമൊക്കെ കണ്ട് നമ്മളിനി ഇതിന് അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കാൻ ചിലപ്പോൾ അനുവദിക്കില്ലായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം അകത്തെ കാഴ്ചകൾ. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗത്ത്, അതായത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോ എടുക്കാൻ അനുവദിക്കുകയാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ വെളിയിലെ കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ അകത്ത് കയറി വരും. ഇതൊക്കെ പല രീതിയിൽ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ദേവതകളുടെ പ്രതിമകളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കമാനത്തിൻ്റെ മുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ വിവിധ രീതിയിലുള്ള ചുവർ ചിത്രങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. വളരെ വലുപ്പത്തിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ വേറെ ഏതോ രാജ്യത്തിലെ ഒക്കെ ഇവിടുത്തെ കഥകളെയൊക്കെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ്. ഈ ഒരു ചുവർ ചിത്രം കണ്ടിട്ട് നമ്മുടെ ഹിന്ദു ദേവതമാരെ പോലൊക്കെയാണ് തോന്നുന്നത്. ഭദ്രകാളിയുടെയൊക്കെ രീതിയിലുള്ള രൂപങ്ങൾ മുകളിൽ കാണാം. ഇവിടെ ഭദ്രകാളിയോട് സിമിലറായിട്ടുള്ള രൂപമൊക്കെ ഇവിടെ കാണാം. ഇത് മുഴുവൻ ദേവിമാരാണ്. ആകെ ഒരു പ്രധാന ദേവി നടുക്കും കുറേ ദേവിമാരെ ചുറ്റുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഇതും വേറെ ഏതോ ഒരു രാജ്യത്തിൻ്റെ ദേവതകളൊക്കെയാണ് കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് കാണുന്ന ഒരു ചിത്രമാണ്, ഇങ്ങനെ ചിത്രം വരച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ബുദ്ധനോ അങ്ങനെ ആധ്യാത്മിക ഉന്നതിയുള്ള ഒരു ആളാണ്. ഈ കടുവാ കുഞ്ഞുങ്ങളൊക്കെ വിശന്ന് ഇരിക്കുന്ന കടുവാ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം കാലിൽ ഇറച്ചി ഒരു പിച്ചാത്തി കൊണ്ടെടുത്ത് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെ ഇതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളൊക്കെ മറ്റ് ആനന്ദങ്ങളിലൊക്കെ ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ്. അതായത് അവിടെ ആൾക്കാർ പല രീതിയിലുള്ള ആനന്ദങ്ങൾ പാട്ടും മാട്ടും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഈ കൊച്ച് ഇങ്ങനെ കടുവായിക്ക് സ്വന്തം കാലയിലെ മാംസം കൊടുക്കുന്ന ഒരു രംഗമാണ്. ത്യാഗത്തിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിങ്ങനെ ചാക്രിക രൂപത്തിൽ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇതും ഇങ്ങനെ ബുദ്ധൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് ഏറ്റവും മുകളിൽ കാണാനുള്ളത്. അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ചക്രമാണ്. ഒരു ദേവതയോ ഒരു രാക്ഷസനോ ആരോ ഇങ്ങനെ ഒരു ചക്രം ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നു. കൈ കൊണ്ടും കാലുകൊണ്ടും ഒക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. അവിടെ ഇങ്ങനെ പല സംഗതികൾ, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്തൂപ കോംപ്ലക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഈ സ്തൂപ കോംപ്ലക്സ് കാണണമെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂർ വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കണമെങ്കിൽ. I came from US. US? Oh. Yeah. Okay, dia kasih tas melalui. ഡാർജിലിംഗിൽ നിന്ന് വന്ന ഒരു സഹോദരനെയും കണ്ടതാണ്. അപ്പം നമ്മുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ചോദിച്ചു. ചാനലിൻ്റെ കാര്യം ചോദിച്ചു, സോനുവിൻ്റെ ചാനലിൻ്റെ കാര്യം ചോദിച്ചു. അഭിയാച്ചോ Aku nak tahu ni apa gitu ya. Ya gitu. It's a vlogger picture. Hi. Hello. നാം ക്യാ ഹൈ? നെയിം? My name is Susmika Chamling. Mine is Yam. ഓക്കെ, നൈസ് ടു മീറ്റ് യു. Welcome here in Nepal. ഇത് ഈ ഹിമാലയത്തിലൊക്കെ കാണുന്ന ഒരു സൈസ് കല്ലിൻ്റെ കറയാണ്. കല്ലിനകത്തു നിന്ന് എന്തോ കിട്ടുന്ന ഒരു സാധനമാണ്, ശിലാജിത്ത് എന്ന് പറയുന്ന സാധനമുണ്ട്. ഭയങ്കര വിലയാണ്. ഇതെന്നാ വിലയായിരുന്നു? ഇതിന് 500 വെച്ചാൽ 320 രൂപ. എത്ര എന്തായാലും എൻ്റെ അതിപ്പോ ആളെടുക്കുന്ന ചെറിയൊരു കട്ട പോലെ. ഇതാണ് സാധനം. എന്താണ് ഞാനത് പലരും ഇങ്ങനെ പല ഹിമാലയയാത്രയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ പലരും മേടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിപ്പോൾ നമ്മുടെ കൂടെയുള്ള സോനു ഇത് ഇന്നലെ മേടിച്ചു. കൈസ ഭയ്യ? ये है आपका 5 ग्राम का पड़ेगा आपका 300, 10 ग्राम तो 500 लगाई. അതായത് 10 ഗ്രാമിന് 500 രൂപയാണ്. അപ്പം നല്ല വിലയുള്ള സാധനമാണ്, ഒറിജിനൽ സാധനമാണെന്നൊക്കെയാണ് പറയുന്നത്. നേപ്പാൾ വജ്രയാൻ വിഹാർ എന്ന് പറഞ്ഞൊരു ബുദ്ധ വിഹാരത്തിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഇത് മുഴുവൻ വെളിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. നമുക്ക് അകത്തോട്ട് ചെന്നിട്ട് ഇതിൻ്റെ കാഴ്ചകൾ കാണാം. മുഴുവൻ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സ്ട്രക്ചറാണ്. ഇത് മുഴുവൻ ഇഷ്ടികയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റും ഇതിന് ഉള്ളിലൂടെ നടന്ന് ഇതുണ്ട്. ഇതിൻ്റെ ഉള്ളിലിങ്ങനെ നാലുകെട്ട് പോലെ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ സ്തൂപങ്ങളും ഒക്കെ കാണാം. നമുക്കിങ്ങനെ മുന്നോട്ട് നടന്ന് ഓരോ കാഴ്ചകൾ നമുക്ക് നോക്കാം എന്താ ഉള്ളതെന്ന്. ഇവിടെ ഇങ്ങനെ ബുദ്ധ ഭഗവാന്റെ തന്നെ ഒരു വിഗ്രഹമാണ് കാണുന്നത്. ഇവിടെ ഡൊണേഷനൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പാത്രമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ വിവിധ ബുദ്ധ മതത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരുടെയൊക്കെ പടങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെയായിട്ടാണ് ബുദ്ധൻ്റെ പ്രതിമ. ഇതാണ് ഇവിടെ ഈ ബുദ്ധൻ്റെ പ്രതിമ. ഒരു കറുത്ത ഒരു ശില കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ബുദ്ധൻ്റെ ഒരു വിഗ്രഹമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കത്തിക്കാനായിട്ടുള്ള ദീപങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് നെയ്യ് കൊണ്ടുള്ള ദീപങ്ങളാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ ക്ഷേത്രത്തിലൂടെ കയറി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് ഇങ്ങനെ മഹാകാലിൻ്റെ ഒരു വിഗ്രഹം കാണാം. ക്ഷേത്രത്തിലൂടെ കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹം കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. നമ്മൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഒരു സിംഗപ്പൂർ ബുദ്ധവിഹാരമാണ്. വളരെ വലിയ വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ടതിൽ വ്യത്യസ്തമായിട്ട് തോന്നുന്ന കളറിലും സ്ട്രക്ചറും ഒക്കെയാണ്. നമ്മൾ അടുത്ത ബുദ്ധവിഹാരത്തിൽ വന്നിരിക്കുകയാണ്. ഇത് നേപ്പാളിൻ്റെ തന്നെ ഒരു ബുദ്ധവിഹാരമാണ്. വളരെ വലുപ്പത്തിലായിട്ട് 2 നിലയിലായിട്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്തോ ലോഹം കൊണ്ടുണ്ടാക്കിയാണ്. എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. ശ്രീബുദ്ധന് തന്നെ 3 ഭാവങ്ങളിലുള്ള വലിയ പ്രതിമകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്ന് നടുക്കായിട്ട് ഈ രീതിയിലുള്ളതും അങ്ങേ സൈഡിലായിട്ട് വേറെ ഈ രീതിയിലുള്ള ഒരു 3 രീതിയിൽ ശ്രീബുദ്ധൻ്റെ പ്രതിമകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു 10,000 ബുദ്ധൻ്റെ എങ്കിലും ഇങ്ങനെ ചെറിയ 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 പ്രതിമകൾ, ബുദ്ധൻ്റെ 10,000 പ്രതിമകളെങ്കിലും ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മളിതിൻ്റെ വലത്ത് സൈഡിലാണ് വന്നത്. നമ്മൾ ഈ സുന്ദരമായ ഈ നേപ്പാളി ബുദ്ധവിഹാരത്തിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലോട്ടിറങ്ങുകയാണ്. നമ്മൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഗൗതമി നൺസ് ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ബുദ്ധവിഹാരമാണ്. ഇത് ബുദ്ധ സന്യാസിനിമാരുടെ ഒരു ബുദ്ധവിഹാരമായിട്ടാണ് മനസ്സിലാക്കുന്നത്. നമുക്കകത്ത് കയറി ഈ ബുദ്ധവിഹാരത്തിൻ്റെ കാഴ്ചകൾ നോക്കാം. ഈ ബുദ്ധ സന്യാസിനിമാർ ഈ ഒരു വേഷമാണ് ഇവരുടെ വേഷം എന്ന് വെച്ചാൽ റോസ് കലർന്ന ഒരു വേഷമാണ് ഇവർ ധരിക്കുന്നത്. ബുദ്ധവിഹാരം, ബുദ്ധ സന്യാസിനിമാരുടെ ബുദ്ധവിഹാരമാണ് ഇവിടെ കാണുന്നത്. ബുദ്ധൻ്റെ അമ്മ മായാദേവി ബുദ്ധന് ജന്മം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ദൃശ്യമാണ്. ഇവിടെ ഈ മരത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദൃശ്യമാണ്. കാരണം മായാദേവി ജനിച്ചു കഴിഞ്ഞ ഉടനെ ശ്രീബുദ്ധ ഭഗവാന് 7 പദം വെച്ച ഇതാണ് കാണിക്കുന്നത്. മായാദേവി നിൽക്കുന്ന സ്ഥലത്തു നിന്ന് 1, 2, 3, 4, 5, 6, 7 പദം ബുദ്ധ ഭഗവാൻ മുന്നോട്ട് വെച്ച് നിൽക്കുന്ന ബുദ്ധൻ്റെ പ്രതിമയാണ് ഇവിടെ ചെറിയൊരു ബുദ്ധൻ്റെ പ്രതിമ കാണുന്നത്. അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്ന ഒരു മ്യാൻമാർ ബുദ്ധവിഹാരമാണ്. മ്യാൻമാറിലെ ഒരു ബുദ്ധവിഹാരമാണ്. ഗോൾഡൻ കളറിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബുദ്ധവിഹാരമാണ്. നമ്മൾ കാണുന്ന എല്ലാ ബുദ്ധവിഹാരങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളുടെ ബുദ്ധവിഹാരങ്ങളായതുകൊണ്ട് ഇതെല്ലാം ഓരോ വിഹാരങ്ങളും ഓരോരോ രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് ഒരു ഗോൾഡൻ കളറിലാണ്. ഇതൊരു സ്തൂപം പോലെ, ഒരു പിരമിഡ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നടന്ന് അടുത്ത ബുദ്ധവിഹാരത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇത് വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് വായിക്കാം. മ്യാൻമാർ ഗോൾഡൻ ടെമ്പിൾ. ഇതും മ്യാൻമാറിൻ്റെ ഒരു ബുദ്ധവിഹാരമാണ്. ഇതൊക്കെ പുതിയ നിർമ്മിതികളാണ്, ഒത്തിരി പഴക്കമൊന്നുമില്ല. 1990 ശേഷം പണിതിരിക്കുന്ന വിഹാരങ്ങളാണിത്, ബിൽഡിങ്ങുകളാണിതൊക്കെ. എന്നാലും ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ പുരാതന കാലത്തെ നിർമ്മിതികളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മാണങ്ങളാണ് ഇവിടെ മാത്രമല്ല, ഈ മ്യാൻമാർ ഈ നമ്മുടെ ലുംബിനിയിൽ കാണുന്ന മുഴുവൻ നിർമ്മിതികളും ബുദ്ധവിഹാരങ്ങളും ഇതുപോലെ നമുക്ക് ഒരു പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണെങ്കിൽ അത് ആ ഒരു പഴമയുടെ രീതിയിലാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ അടുത്ത ബുദ്ധവിഹാരത്തിലോട്ട് വരികയാണ്. കംബോഡിയയുടെ ഒരു ബുദ്ധവിഹാരമാണ്. ഇതാണ് കംബോഡിയൻ ബുദ്ധവിഹാരം. ഇവിടെ ഈ ആൾക്കാരും കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാലേ നമുക്കിതിൻ്റെ വലിപ്പം മനസ്സിലാകുള്ളൂ. ഈ ക്ഷേത്രത്തിലോട്ട് കയറുന്ന ഇതിൻ്റെ 2 പടികൾ ഒക്കെ തുടങ്ങുന്നതിൻ്റെ 2 സൈഡുകളുമായിട്ട് ഇങ്ങനെ സർപ്പത്തിൻ്റെ ആകൃതിയിലാണ്, പാമ്പ് ആണ്, വലിയ നീളത്തിൽ ഇങ്ങനെ പാമ്പിൻ്റെ ആകൃതിയിലാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ മുഴുവൻ എല്ലാം പാമ്പിൻ്റെ ആകൃതിയിലാണ് മുഴുവൻ സാധനങ്ങൾ. ഇതുണ്ടോ? അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഒരു തായ്ലാൻഡ് ബുദ്ധവിഹാരത്തിൻ്റെ മുന്നിലാണ്. ഈ തായ് ബുദ്ധവിഹാരം മുഴുവൻ നമുക്ക് വെള്ള കളറിലാണ് കാണാൻ സാധിക്കുക. പൂർണ്ണമായിട്ട് വെള്ള കളറാണ് ഇവിടെ. ഇത് നമ്മളെ നാട്ടിലൊക്കെ അച്ചപ്പം പോലെ ഒരു സാധനമാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അച്ചപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. 100 രൂപയാണ്, 100 നേപ്പാളി രൂപയാണ് ഈ ഒരു പാക്കറ്റിന്. വേൾഡ് പീസ് പക്കോട ഇവിടുത്തെ ലുംബിനിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ്. ഇത് ജാപ്പാനീസുകാർ പണിയിച്ചിരിക്കുന്ന ഒരു മന്ദിരമാണ്. വളരെ വലിയ ഒരു മന്ദിരമാണ്. ഇത് ലോകസമാധാനത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായിട്ട് പണിതിരിക്കുന്നതാണ്. 2000 ആണ്ടിലാണ് ഇത് പൂർത്തീകരിച്ച് ഇവിടെ ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. വളരെ വലുപ്പത്തിലുള്ള ഒരു ബുദ്ധ വിഹാരം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വലുപ്പം മനസ്സിലാകും. വേൾഡ് പീസ് പഗോഡ നമ്മുടെ മായാദേവി ടെമ്പിളിൽ നിന്നൊക്കെ നല്ല ദൂരമുണ്ട്. മായാദേവി ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്ററെങ്കിലും ഇങ്ങോട്ട് ദൂരമുണ്ട്. ഈ വേൾഡ് പീസ് പഗോഡയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ശ്രീബുദ്ധ ഭഗവാന്റെ ജന്മസ്ഥലമായിട്ടുള്ള ലുംബിനിയിലെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം.